നിന്നെ വീട്ടിൽ കയറി നിന്നെ അടിക്കും പരിപ്പിളക്കേണ്ടതാ. ഞാനത് ചെയ്യുന്നില്ല, ആരും വിടുന്നതുമില്ല. നീ പറഞ്ഞില്ല എന്നെ അടിച്ച് ശരിയാക്കണമെന്ന്. എന്താ മൂച്ചാനാ എന്നെ അടിക്കേണ്ടത്? നീ ആരെ എന്നെ അടിക്കാൻ വരാനെ? ഞാൻ അങ്ങോട്ട് കയറി വന്നോ? ഇല്ലല്ലോ. നിന്റെ എന്തെങ്കിലും നോക്കിക്കെടുക്കാൻ വന്നോ? കട്ടെടുക്കാൻ വന്നോ? ഒന്നുമില്ല. ഞാൻ ആർക്കും ശല്യമില്ലാതെ ഇവിടെ ദ്രോഹം ഇല്ലാതെ ജീവിക്കുക. എന്റെ നേരെ കേസ് കൊടുക്കണം, ജയിലിൽ കയറ്റണം. ഞാൻ നിന്റെ എന്തോ എടുക്കാൻ മോളെ? ആദ്യം മൊബൈൽ ഓഫ് ചെയ്തിട്ട് നീ ഇങ്ങനെ ചിന്തിച്ച് നോക്ക്. നിന്റെ ഞാൻ എന്തോ എടുക്കാൻ വന്നെന്ന്. ഞാൻ ഈ ചെയ്ത് വെച്ചേക്കുന്നൊക്കെയാണോ നിനക്ക് ഇപ്പൊ കുഴപ്പമായിട്ട് വന്നത്? അതൊന്നും ഞാൻ പറയില്ല. എന്റെ അന്ത വിചാരിച്ചാൽ കളയാൻ പറ്റില്ല എനിക്ക്. അങ്ങനെ നമ്മുടെ ഷെഫീന ബീവിക്കെതിരെ തെരുവിളിയുമായിട്ട് നമ്മുടെ നാഗാദേവി എത്തിയിരിക്കുകയാണ്. നാഗാദേവി ആരാന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ചും പറഞ്ഞു തരേണ്ട ആവശ്യം ഇല്ല എന്ന് എനിക്കറിയാം. കാരണം നമുക്കറിയാം, ഫേസ്ബുക്കിലൊക്കെ ലൈവ് വന്നിട്ട് പുള്ളിക്കാരത്തിനെതിരായിട്ട് കമൻറ്റുകൾ വരുമ്പോൾ അതിനെതിരായിട്ട് തെറിവിളിയുമായിട്ട് രംഗത്തെത്തുന്ന പുള്ളിക്കാരത്തിനെ കുറിച്ച് ഒരുപാട് ട്രോൾ വീഡിയോകൾ ഇറങ്ങാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും പുള്ളിക്കാരത്തിയുടെ ഡയലോഗുണ്ട്. ഞാൻ തുപ്പും തൂറി എറിയും എന്നൊക്കെ പറഞ്ഞുള്ള ആ ഡയലോഗുകൾ വളരെ പ്രശസ്തി ആർജിച്ച വാക്കുകളാണ് പുള്ളിക്കാരത്തിയെ സംബന്ധിച്ച്. എന്തായാലും നമ്മുടെ ഷെഫീന ബീവിക്കെതിരെ തെറിവിളിയുമായിട്ട് തന്നെയാണ് നാഗാദേവി എത്തിയിരിക്കുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കട്ടയ്ക്ക് കട്ടയാണ്. രണ്ടുപേരും ഒരുപോലെ സംസാരിക്കാൻ, വാക്കുകൾ പ്രയോഗിക്കാൻ ഒക്കെ നല്ല വൈദഗ്ധ്യമുള്ള വ്യക്തികൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, മഞ്ജു പിള്ളയുടെ മകള് ദയാ സുജിത്ത് പുള്ളിക്കാരത്തിയുടെ ഒരു ഡ്രസ്സ്, ആ വസ്ത്രധാരണം മോശമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഷെഫീന ബീവി തൻ്റെ അഭിപ്രായം പറഞ്ഞിരുന്നു. വസ്ത്രധാരണം ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷെ നമുക്ക് ഒരു എന്തെങ്കിലും മറ്റുള്ളവർക്ക് അരോചകമായിട്ട് വസ്ത്രം ധരിക്കുന്നതിൽ അതിൽ കാര്യമില്ല. മറ്റുള്ളവർ പല അഭിപ്രായം പറയുന്ന വ്യക്തികളാണ്. പലരും പല സ്വഭാവക്കാരാണ്. മാന്യമായ വസ്ത്രം ധരിക്കുമ്പോൾ അതിൻ്റേതായൊരു അന്തസ്സുണ്ട്. പക്ഷെ നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിലൊരു ലിമിറ്റുണ്ട്. അതനുസരിച്ച് ഈ ആളുകൾ സമൂഹത്തിൽ പെരുമാറുകയും ഇടപെടുകയും ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ നമുക്ക് അതിനെതിരെ സംസാരിച്ചാൽ അത് സദാചാരവാദികളാകും. അമ്മാവൻ സ്റ്റൈല് അല്ലെങ്കിൽ അമ്മായി സ്റ്റൈല്, ആ ഒരു രീതിയിലുള്ള വർത്തമാനങ്ങൾ പുറത്തേക്ക് വരും. പക്ഷെ ഷെഫീന ബീവി തൻ്റെ കാഴ്ചപ്പാടിൽ ഈ ഒരു വസ്ത്രധാരണം കണ്ടപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെ വാക്കുകളാണ് മോശമായി പോയത്. അതൊരു അതിര് കടന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങളാണ് പുള്ളിക്കാരത്തി പ്രയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷെഫീന ബീവിക്ക് ഒരുപാട് എതിരെ ആളുകൾ സംസാരിക്കുകയുണ്ടായി, വീഡിയോ ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഷെഫീന ബീവിയുടെ ആ ഒരു വീഡിയോയെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ, നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ ആളുകൾ വീഡിയോ ചെയ്തുവെങ്കിലും കമൻറ്റ് ബോക്സിൽ പക്ഷേ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഒരുപാടാണ്. എന്നാൽ പുള്ളിക്കാരത്തിയെ സംബന്ധിച്ച് ആ ഒരു വിഷയം വന്നതോടുകൂടി സബ്സ്ക്രൈബ് ചെയ്ത ആളുകളുടെ എണ്ണം വരെയും വർദ്ധിച്ചു എന്നുള്ളതാണ്. ഒരുപാട് സപ്പോർട്ട് ചെയ്യാനും പുള്ളിക്കാരത്തിയെ സപ്പോർട്ട് ചെയ്യാനും ആളുകളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കറിയാം, നാഗാദേവി പുള്ളിക്കാരത്തി സ്വയം ദേവിയാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സ്ത്രീയാണ്. വിദ്യാഭ്യാസമൊക്കെയുള്ള ഒരു വ്യക്തിയാണ്. അവരുടെ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ പെട്ട് അവർ അമ്പലവും പ്രാർത്ഥനയും അതുപോലെ തന്നെ ഇതുപോലുള്ള സംസാരങ്ങളും ഒക്കെ ആയിക്കൊണ്ട് ആ പുള്ളിക്കാരത്തി തന്നെ വളരെ വൈറലായ ഒരു വ്യക്തി തന്നെയാണ്. ആ പുള്ളിക്കാരത്തി ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരത്തി തിയേറ്ററിൽ ചെല്ലുന്നു. തിയേറ്ററിൽ ചെന്നപ്പോൾ അവരോട് ഒരു പയ്യന് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നു. സ്വയം ദേവിയാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് തെറി വിളിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആ ചെറുക്കൻ നിർത്തി പൊരിക്കുകയാണ് ദേവീനെ. ലാസ്റ്റ് പുള്ളിക്കാരത്തിക്ക് ഉത്തരം മുട്ടിയിട്ട് നമ്പർ കൊടുത്തിട്ട് ആ നമ്പറിൽ വിളിക്കുക എന്നും പറഞ്ഞ് തടി തപ്പുന്ന ഒരു കാഴ്ച കാണാനിടയായി. അപ്പോൾ ആ ഒരു വിഷയം ഷെഫീന ബീവി തൻ്റെ ചാനലിൽ കൂടെ ഈ നാഗാദേവിക്കെതിരായിട്ട് വീഡിയോ ചെയ്തു. ആ ഒരു വീഡിയോ നാഗാദേവി കാണുകയും ആ കണ്ടതിന് ശേഷം പുള്ളിക്കാരത്തിയുടെ സ്വഭാവം നമുക്കറിയാമല്ലോ. പുള്ളിക്കാരത്തി അതിന് നല്ല ചുട്ട മറുപടി എന്ന് പറയുമ്പം പദങ്ങൾ എങ്ങനെയുള്ള പ്രയോഗങ്ങളായിരിക്കുമെന്നറിയാമല്ലോ. തെറി വിളിയോട് കൂടിയുള്ള സംബോധനയിൽ സംസാരിക്കുകയും ചെയ്തു ഷെഫീന ബീവിക്കെതിരെ. ആ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പം തന്നെയാണ് ഈ ഒരു വിഷയവും കത്തിക്കാളിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഷെഫീന ബീവിക്ക് ദയാ സുജിത്തുമായിട്ടുള്ള ഒരു വിഷയവും കൂടെ നടന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ നാഗാദേവി ഷെഫീന ബീവിക്കെതിരെ സംസാരിക്കുന്ന ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ
ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിന്നെ വീട്ടിൽ കയറി നിന്നെ അടിക്കും പരിപ്പിളക്കേണ്ടതാ. ഞാനത് ചെയ്യുന്നില്ല, ആരും വിടുന്നതുമില്ല. നീ പറഞ്ഞല്ലേ എന്നെ അടിച്ച് ശരിയാക്കണമെന്ന്. എന്താ മൂച്ചാനാ എന്നെ അടിക്കേണ്ടത്? നീ ആരെ എന്നെ അടിക്കാൻ വരാനെ? ഞാൻ അങ്ങോട്ട് കയറി വന്നോ? ഇല്ലല്ലോ. നിന്റെ എന്തെങ്കിലും നോക്കിക്കെടുക്കാൻ വന്നോ? കട്ടെടുക്കാൻ വന്നോ? ഒന്നുമില്ല. ഞാൻ ആർക്കും ശല്യമില്ലാതെ ഇവിടെ ദ്രോഹം ഇല്ലാതെ ജീവിക്കുക. എന്റെ നേരെ കേസ് കൊടുക്കണം, ജയിലിൽ കയറ്റണം. ഞാൻ നിന്റെ എന്തോ എടുക്കാൻ മോളെ? ആദ്യം മൊബൈൽ ഓഫ് ചെയ്തിട്ട് നീ ഇങ്ങനെ ചിന്തിച്ച് നോക്ക്. നിന്റെ ഞാൻ എന്തോ എടുക്കാൻ വന്നെന്ന്. ഞാൻ ഈ ചെയ്ത് വെച്ചേക്കുന്നൊക്കെയാണോ നിനക്ക് ഇപ്പൊ കുഴപ്പമായിട്ട് വന്നത്? അതൊന്നും ഞാൻ പറയില്ല. എന്റെ അന്ത വിചാരിച്ചാൽ കളയാൻ പറ്റില്ല എനിക്ക്. എന്റെ ശില്പം ഞാൻ ഉണ്ടാക്കുന്ന ശില്പം എന്റെ കഴിവ് എനിക്ക് തലതായി കിട്ടി. എന്റെ കഴിവാടിയത്. എന്നെ പോലെ ഒരാൾക്ക് അത്ര കഴിവ് കിട്ടില്ല. എന്റെ കഴിവാണ്, എന്റെ കഴിവുകളെയാണ് ഞാൻ ഓരോ തൊഴിലാക്കിയത്. എന്റെ ചിത്രം വരെയാണ് ഞാൻ തൊഴിലാക്കുന്നത്. എന്റെ കലകളെയാണ് ഞാൻ ആരുടെ വീട്ടിലേക്ക് ഞാൻ തെണ്ടാ പോയിട്ടില്ല, തെണ്ടിയിട്ടും ഇല്ല. തോന്നിയാസം പറയാം മീഡിയ വഴി എന്ന് പറയുന്നോണെ മര്യാദയ്ക്ക് പറയണം. നാഗാദേവിയെ കുറിച്ച് പറഞ്ഞാലും ചെറിയതാത്ത എന്ന് പറയുന്ന കൂടിമോള് അങ്ങനെ തന്നെ നിന്നെ വിളിക്കത്തുള്ളി. എത്ര പെൺകുട്ടികളെ ശാപമാണ് നിനക്കുള്ളത്? എല്ലാ പെണ്ണുങ്ങളുടെ തോളക്കറ്റ നിന്ന് നീ എന്റെ തോളെ കീറാൻ വരുവാ. വെറുതെ അല്ല നിനക്കൊരാണില്ലാത്തത്. പച്ച കൊണ്ട് കിടക്കുന്നു, ഉണങ്ങി കൊട്ടനടിച്ച് കിടക്കുക. അത് ഞാൻ കൂടിയില്ല ഉണങ്ങി കൊട്ടനടിച്ച് കിടക്കുന്നത്. അതിന് ഇത്തിരി മയം വരണമെങ്കിൽ എന്റെ തോളെ കയറിയാൽ പോരാ. നാഗാദേവിയുടെ തോളെ കയറാൻ വന്നിരിക്കുന്നു. അവർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കും, അവൾ കേൾക്കട്ടെ. നാഗാദേവി അന്ധവിശ്വാസം പറപ്പിച്ചു വിടുന്നു. നിന്റെ ഉള്ളിൽ കിടന്ന് അന്ധമായി നീ അങ്ങ് വിശ്വസിക്കുക. ഇതല്ല അന്ധവിശ്വാസമാണോ പോലും? ഈ പ്രകൃതി മൊത്തം അവർക്ക് അന്ധവിശ്വാസമാണ്. വിളക്ക് കത്തിക്കുന്നു അന്ധവിശ്വാസം. നീ നിന്റെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നില്ല, പക്ഷെ ഞാൻ എന്റെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നു. എനിക്കിവിടെ കറണ്ട് പോകുമ്പോഴും ഞാൻ വൈദ്യുതി അങ്ങനെയൊക്കെയാണ് ഞാൻ ലാഭിക്കുന്നത്. വൈദ്യുതി ബില്ല് ഒത്തിരി വരുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ എന്റെ വീട്ടിൽ പകുതി ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്? നിനക്ക് പണം ഉണ്ടായിരിക്കും വൈദ്യുതി ബില്ല് ഇങ്ങനെ വരുമ്പോൾ ബില്ല് അടയ്ക്കാം. എനിക്കതൊന്നും പറ്റില്ല. എനിക്ക് ഞാൻ വിളക്ക് കത്തിക്കുന്നത് വിളക്ക് കത്തിക്കും. അത് അന്ധവിശ്വാസം എന്ന് പറയുന്നത് നിന്നെ പോലുള്ള തേവിടിച്ചുമാരുണ്ടല്ലോ. ഞാൻ ഭസ്മം ഉപയോഗിക്കും, ചന്ദനം ഉപയോഗിക്കും, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. നീ ആരാടി ചോദിക്കാനായിട്ട്? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, എന്റെ കാര്യത്തിൽ നീ ഇടപെടണ്ട. നിന്റെ നമ്മൾ വരണ്ട് കിടക്കുവാണെങ്കിൽ നീ അവിടെ എങ്ങനെ എന്തെങ്കിലും ചെയ്യും. ഞാൻ നിന്റെ അടുത്തോട്ട് വരുന്നില്ലല്ലോ, പിന്നെ എന്തിനാ നീ എന്റെ കീഴിലോട്ട് കയറി വരുന്നത്? മയിലിലെ ഒരു കണ്ടു അവളെ എനിക്ക് അറപ്പ വെറുപ്പ. ഇതുപോലെ വൃത്തികെട്ട ഒരു മയിലെത്തി. നിനക്കെല്ലാം നിന്റെ ജീവിതത്തിൽ നരകിച്ചേ മരിക്കുള്ളൂ മയിലെ, കേട്ടോ. അല്ലാതെ നീ നരവണ്ണൊന്നും മരിക്കത്തില്ല. നിനക്ക് എല്ലാവരും വഴിയിരിക്കുന്ന തെരുവിളിയൊക്കെ കേട്ടേ നീ മരിക്കുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം നിന്നെ ഇട്ട് അടക്കി വാരുക. നാഗാദേവിയെയും കൂടെ അനുഗ്രഹം നിനക്ക് വേണമായിരുന്നു. അത് ഭംഗിയായിട്ട് നീ തന്നിട്ടുണ്ട്, കേട്ടോ. ആ കുഞ്ഞുങ്ങളുടെ എല്ലാം കരച്ചില്ല, അവർക്ക് നന്നായിട്ട് കരഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാവർക്കും സന്തോഷമാവുന്നു. എല്ലാവരും കൈ കൂപ്പുക നാഗാദേവിയുടെ അടുത്ത് വന്ന്. അവരെയൊക്കെ സംരക്ഷിക്കാൻ ഇപ്പൊ ഞാനേ ഉള്ളൂ. എനിക്ക് ഇതിന്റെ കുറവുണ്ടായിരുന്നു. ഞാൻ മഹാദേവി ഭദ്രകാളിയാ. എല്ലാവർക്കും സന്തോഷമായി. ഇനി രണ്ട് കണ്ടത് തീർന്നു. ഇനിയിപ്പോ ഒന്നും അല്ല, നാഗാദേവിയുടെ കീഴിലോട്ട് കയറി വരുക. ഏതൊക്കെ പെണ്ണുങ്ങളെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ പെണ്ണുങ്ങളെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത് എല്ലാത്തിനും പറയാം. ഇനി ആരെ തുടങ്ങാം? നാഗാദേവി പറയാം. നാഗാദേവി പറയുന്ന ഇത്തിരി ആശ്വാസമുണ്ട്. നീ എന്താ മൈലത്തിൽ വിചാരിച്ചത്? നാഗ കുറച്ചുകൂടി തെറി പറയൂ ദേവിന്ന്. എനിക്കറിയാം എന്തോ പറയേണ്ടത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു കൂടുതൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്നെ കൊണ്ട് പറഞ്ഞു പറയിപ്പിക്കണ്ട. ഞാൻ അങ്ങനെ ആരുടെ പ്രേരണയിൽപ്പെടുന്നത് പോലൊന്നുമല്ല. ഒറ്റയ്ക്ക് കൊടുത്തതേ ഉള്ളൂ. ഇതുപോലെ അസുഖം മൊത്തം കൊടുത്തെടുക്കുക. അവിടെ പേര് ചെയ്തളിക്കാം. അടുത്തവള് വന്നു ഇവിടുമാർക്കൊന്നും പറ്റാത്ത വെച്ചാൽ നാഗാദേവി ഈ കാറിലൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്ന കാണുമ്പോൾ ഈ മൈലത്തെ പെണ്ണുങ്ങൾക്ക് അസൂയ. ഒന്നിനൊന്നിനും മെച്ചം തന്നെ. സംസാരിക്കുന്ന ഭാഷ, ഒരാൾക്ക് മാനസികമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്, മറ്റേ ഉള്ള ആള് ബോധത്തോടു കൂടി സംസാരിക്കുന്നു. പക്ഷെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സംസാരിക്കുന്ന വാക്കുകൾ ഒരുപാട് കുട്ടികളും എല്ലാവരും കാണുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയുള്ളവരിലേക്ക് ഇങ്ങനെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളും അതുപോലെ തന്നെ പ്രവൃത്തികളുമായിട്ട് കൊണ്ടുവരുന്നത് തടയുക തന്നെ ചെയ്യണം. ഇപ്പം പല പരിപാടികളും സബ്സ്ക്രിപ്ഷന് അതുപോലെ തന്നെ ലൈവ് വന്നിട്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഈ കാര്യങ്ങൾക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടികൾ തന്നെ പോകണം. എന്ത് ചപ്പും ചവറുകളും വന്നിട്ട് കാണിക്കാം എന്നുള്ള ഒരു ഇടമായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. കുട്ടികൾ വരെയും യൂസ് ചെയ്യുന്നുണ്ട്. ചെറിയ കുട്ടികൾ വരെയും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല. ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ ഒരു സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അവർക്ക് അവരുടേതായ നമുക്കൊരു കാര്യങ്ങൾ പറയാനും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ സംസാരിക്കുന്ന ഭാഷ അതിൽ ഉള്ള ആ ഒരു അതിന് നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ മുൻപോട്ട് പോകുന്നതിലാണ് ഓരോരുത്തരുടെ വ്യക്തിത്വം മനസ്സിലാക്കുന്നത്. ഇത് വന്നിട്ട് ഇങ്ങനെ വേറൊരു രീതി, ഈ നാഗാദേവിയെ സംബന്ധിച്ച് അവർക്കൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു രീതിയിൽ കണക്കാക്കുകയും പിന്നെ അവരുടേതായ ഒരു ഫണ്ണിയായിട്ട് അല്ലെങ്കിൽ ട്രോളായിട്ട് മാറ്റി അങ്ങനെ ചെയ്യുകയാണ്. ഷെബീന ബീവിയെ സംബന്ധിച്ച് നല്ല അറിവും പക്വതയൊക്കെ ഉള്ളതാണ്. അവർ കാര്യങ്ങൾ വിലയിരുത്തി സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അവർ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കുകളിൽ
അവരുടെ ആ മനസ്സിലെ ആ എന്താ ആ ഒരു സംഭവം വസ്ത്രധാരണത്തിനെ അത് വസ്ത്രധാരണം ആ ഒരു മോശമായ രീതിയിലാണ് വസ്ത്രം ധരിച്ചിരിക്കുന്നത് എന്നുള്ളത് അവർ അങ്ങോട്ട് എന്തോ അവരുടെ വീട്ടിലെ ആളങ്ങനെ മോശമായിട്ട് നിന്നാൽ അവരെങ്ങനെയാണ് പെരുമാറുന്നത് ആ ഒരു രീതിയിൽ അവരത് ഏറ്റിട്ട് പക്ഷേ ആ വാക്കുകളിൽ കടുത്ത മോശമായ വാക്കുകൾ ഉപയോഗിച്ചു. അതാണ് അത്രത്തോളം ഇതായി പോയേക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.